ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സബ്വൂഫർ ഫിൽറ്റർ പരിചയപ്പെടാം. ഇത് സനോജേട്ടൻ എനിക്ക് അയച്ചു തന്നതാണ്. റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ഒരു ഫിൽറ്ററാണ്. ഇതിൽ കൊടുക്കേണ്ട പവർ സപ്ലൈ 15-0-15 റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. അതായത് കൃത്യമായിട്ടുള്ളൊരു 12-0-12 തൊട്ട് നമുക്ക് 15-0-15 വരെ നമുക്ക് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇവിടെ വന്നിട്ടുള്ളത് JRCയുടെ 3 ഒറിജിനൽ SMD ICs ആണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന 3 ICയും ഒറിജിനൽ JRCയുടെ 4558 എന്ന് പറയുന്ന 4558 എന്ന് പറയുന്ന IC ആണ്. അപ്പോൾ ഈ ഒരു ICയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയായിട്ട് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള സൗണ്ടാണ് നമുക്ക് ഈ ഒരു ICയിൽ നിന്നും കിട്ടുന്നത്. ഇപ്പം സബ്വൂഫറിൻ്റെ ആ ഒരു ബേസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഈ ഒരു ICs തരാറുണ്ട്. പക്ഷേ ഇതേ സർക്യൂട്ടിൽ തന്നെ ഇതേ സെയിം സർക്യൂട്ടിൽ ഇത് 5532 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ അവർ SMD IC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാര്യം അത് ഒറിജിനൽ IC ആയതുകൊണ്ട് തന്നെയാണ് SMD ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണം ഇതിൽ കിട്ടും. കൂടാതെ തന്നെ ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ആൽപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പൊട്ടൻഷ്യോമീറ്ററാണ് ഈ കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ളൊരു പൊട്ടൻഷ്യോമീറ്ററാണ് ആൽപ്സിൻ്റെ. അപ്പോൾ കൂടാതെ തന്നെ ഇവിടെ 2 കൺട്രോൾ വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഫ്രീക്വൻസി അഡ്ജസ്റ്റും, ഒന്ന് സബ്വൂഫറിൻ്റെ വോളിയം ഔട്ട് ആണ്, വോളിയം അഡ്ജസ്റ്റ്മെൻറ്റുമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയെന്ന് നമുക്ക് പറയാം. കൂടാതെ തന്നെ ഡിഫറൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ചില ഇപ്പോൾ DTECൻ്റെ ഒക്കെ കിറ്റിൽ DTECൻ്റെ ഫിൽറ്ററിലാണ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത്. ഇതുപോലെ പ്രത്യക്ഷത്തിൽ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അല്ലാതെ അവർ പ്രീസെറ്റ് ഇട്ട് ഇതുപോലെ പ്രീസെറ്റ് ഇട്ടൊക്കെ വേറെ കമ്പനിക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ള സബ്വൂഫർ ഫിൽറ്റേഴ്സാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പ്രീസെറ്റ് ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ചില ആൾക്കാർക്ക് ഈ ഫേസ് ഷിഫ്റ്റ് ഉള്ള സബ് ഫിൽറ്റർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫേസ് ഷിഫ്റ്റ് ഒരു 100K ഇട്ടിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ പാനലിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ കൊടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ചെറിയൊരു പ്രീസെറ്റ് ഇട്ടാണ് ഫേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു 15-0-15 റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സപ്ലൈ, അല്ലെങ്കിൽ 12-0-12 കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. 15-0 കൊടുത്തിട്ട് 15 നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ 15-0-15 കൂടുതൽ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. കാര്യം ഇത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ICs കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റുള്ള റെസിസ്റ്റേഴ്സ് എല്ലാം തന്നെ MFR 1% MFR റെസിസ്റ്റേഴ്സ് ആണ്. അപ്പം അതും സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ബോക്സ് കപ്പാസിറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. നല്ല PF കപ്പാസിറ്റേഴ്സ് ഇവിടെ അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്ന കപ്പാസിറ്റേഴ്സൊക്കെ തന്നെ ഇത് PF ആണ്. ഇത് 100 EOFൻ്റെ ഒക്കെ കപ്പാസിറ്റർ 35 വോൾട്ട് സാംവയുടെ കപ്പാസിറ്ററൊക്കെയാണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റിയുള്ള സാംവയുടെ കപ്പാസിറ്റർ തന്നെയാണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള PCB ആണ്. യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ PCB നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്താലും നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് എപ്പോക്സി PCBയിലായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ നല്ല സോൾഡറിങ് മാസ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു രഹസ്യം അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തോ ഒരു രഹസ്യമാണ്, അതവർ അവരുടേതായ പേഴ്സണലായിട്ടുള്ള കാര്യം, നമ്മളത് നോക്കാൻ പോകുന്നില്ല. എന്തോ ഒരു രഹസ്യം അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ലൊരു ഫിൽറ്ററാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. വർക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇന്നലെയാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് രാവിലെ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നത്. നല്ല ക്വാളിറ്റിയുള്ളൊരു PCBയിൽ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഇട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സബ്വൂഫർ ഫിൽറ്ററാണ്. ഇതിൻ്റെ വില വരുന്നത് 400 രൂപയും പ്ലസ് ഒരു 60 റുപ്പീസ് കൊറിയറും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സബ് ഫിൽറ്റർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. എൻ്റെ നമ്പർ തന്നെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. കൂടാതെ തന്നെ സനോജേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതായത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വില 400 പ്ലസ് കൊറിയറാണ്. പിന്നെ ഇവിടെ ഒരു ഞാൻ പറയാൻ പറഞ്ഞത് ഇവിടെ ഒരു ഇൻപുട്ട് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് വരുന്നു. അപ്പോൾ ബാസ് ട്രബിളിന് അല്ലെങ്കിൽ സെലക്ടറിൽ നിന്നുള്ള
ഇപ്പോൾ 2.1 ആണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ സെലക്ടറിൻ്റെ ഔട്ടിൽ നിന്നുള്ള സിഗ്നൽ വേണം ഇവിടെ കൊടുക്കാൻ. 5.1 ആണെന്നുണ്ടെങ്കിൽ റിമോട്ട് കിറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് എവിടെ നിന്നാലും ഉള്ള ഒരു ഔട്ട്പുട്ട് വേണം ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാനായിട്ടുള്ളത്. അങ്ങനെ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൗണ്ട് കൺട്രോളിന് ശേഷം ആ സൗണ്ട് കൺട്രോൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സബ് ഔട്ട് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് സബ് ഔട്ട് ഇവിടെ വരുന്നുണ്ട്. അത് നിങ്ങൾ പൊളാരിറ്റി നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കേസ് ഓക്കെയാണ്. അപ്പം ഈസി പരിപാടിയാണ്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇവിടെ കണക്റ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇതിൻ്റെ തന്നെ വയേഴ്സ് അവർ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറാതെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ തന്നെ കരോക്കെ മൈക്ക് പ്രീ ആമ്പ് പ്ലസ് ബാസ്റ്റബിൾ ഒക്കെ വരുന്ന ഒരു പ്രീ ആമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ഇടുന്നതാണ്. ഇത് പണ്ട് മുതലേ ഉള്ളൊരു സർക്യൂട്ടാണ്. പണ്ട് മുതൽ അവർ ബിസിനസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഞാനിപ്പോഴാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണണം താല്പര്യമുള്ള ആൾക്കാർ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വയ്ക്കേണ്ടതാണ്. കൂടാതെ തന്നെ നമ്മളിപ്പം ആംപ്ലിഫയർ ബോർഡിൻ്റെയൊക്കെ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ എനിക്കിപ്പം കുറച്ചൊന്ന് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇനിയിപ്പം അങ്ങോട്ട് സ്ഥിരം വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ആംപ്ലിഫയറിൻ്റെ വീഡിയോ മാത്രമല്ല, നമ്മുടെ ഫോണിൻ്റെ റിവ്യൂ ഞാൻ മൈജി ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഓക്കെ പറയുന്നുണ്ട്. ഫോണിൻ്റെ റിവ്യൂ പിന്നെ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.